to this function once we get it. Thank you so much. Thank you, sir. So before we start, I would like to give a brief on the flow of the session. ഇതൊരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. സോ വി എക്സ്പെക്ട് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ഓഫ് യു. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചാറ്റ് ബോക്സിലേക്ക് മെസ്സേജ് ചെയ്തിടുക, ഇൻക്ലൂഡിങ് ആരോടാണ് ചോദ്യം എന്നതും. റെഗുലർ ഇന്റർവെൽസിൽ നമുക്കൊരു Q&A സ്ലോട്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ പേര് വിളിക്കുന്നവർ മൈക്ക് ഓൺ ആക്കി ചോദ്യം ചോദിക്കുക. വീഡിയോയും ഓൺ ആക്കാട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഐ റിപ്പീറ്റ്, റെഗുലർ ഇന്റർവെൽസിൽ നമുക്കൊരു Q&A സ്ലോട്ട് ഉണ്ടാകും. അപ്പോൾ പേര് വിളിക്കുന്നവർ മൈക്ക് ഓൺ ആക്കി ചോദ്യം ചോദിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗർജിക്കുന്ന സിംഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വീണ ചേച്ചി. ഞാനങ്ങനെ പറയാൻ മറ്റു കാരണങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി മത്സരിച്ച് TKM കോളേജ് യൂണിയൻ 2016 വൈസ് ചെയർ പദവിയിലെത്തിയ ഒരാളാണ് ചേച്ചി. സ്വന്തം കാഴ്ചപ്പാടുകളെയും ഇൻഡിവിജ്വാലിറ്റിയെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരാൾ. ചേച്ചി ആർമി സ്കൂളിലൊക്കെയാണ് പഠിച്ചത് എന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അച്ഛൻ ആർമിയിലായിരുന്നു അല്ലേ? ആ ഒരു ഡിസിപ്ലിനും പിന്നെ കോളേജിൽ കിട്ടിയ എക്സ്പോഷറും ഒക്കെ എങ്ങനെയാണ് ഈ നേട്ടത്തിനെ സ്വാധീനിച്ചത്? വീണ ചേച്ചി പോയോ? വീണ ചേച്ചിക്ക് എന്തോ നെറ്റ് കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി വന്നു, ചേച്ചി വന്നു. ഓക്കെ, ചേച്ചി ചോദ്യം കേട്ടോ? ചേച്ചി മ്യൂട്ടാണ്. ചേച്ചി മ്യൂട്ടാണ്, വീണ ചേച്ചി. വീണ ചേച്ചി അൺമ്യൂട്ട് ചെയ്യോ? ഹലോ വീണ ചേച്ചി. ചേച്ചി മൈക്ക് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചേച്ചി ഫോൺ നിന്നാണ് കയറുന്നത്? രണ്ടിലും ഉണ്ട് കേട്ടോ, മൈക്ക് ബട്ടൺ, മൈക്രോഫോണിന്റെ ബട്ടൺ. Okay. Yes. I'm so sorry. Never mind. Okay, can you please repeat the question? ഓക്കെ, ചേച്ചി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി മത്സരിച്ച് TKM യൂണിയന്റെ വൈസ് ചെയർ പദവിയിൽ എത്തിയ ഒരാളാണല്ലോ. മാത്രമല്ല ചേച്ചി ആർമി സ്കൂളിലൊക്കെയാണ് പഠിച്ചതെന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോ ആ ഒരു ഡിസിപ്ലിനും പിന്നെ കോളേജിൽ കിട്ടിയ എക്സ്പോഷറും ഒക്കെ എങ്ങനെയാണ് ഈ നേട്ടത്തിനെ സ്വാധീനിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. I think the biggest thing was taking the risk to do UPSC. So, studying in army school is actually like studying, knowing a lot of people from very different states and a lot of diversity and things. And you get a lot of exposure to do a lot of things. Like, കൊച്ചിലെ തൊട്ടാണ് നമുക്ക് ഇഷ്ടംപോലെ സ്ഥാനം കളിക്കാൻ പോവാം, എല്ലാത്തിനും ഫെസിലിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം, improve our own communication skills and etc. That was a
plus point of studying in army school. And I think participating in the college election was one of the most pivotal things in my life, because it actually showed me that a lot of things are impossible. Because when I contested for the election, it had not been ever done before. I think so. Like it was like first time or something, or very rarely ever done. So that was I think much scarier than UPSC, because every year like 800 to 700 people crack UPSC, and standing as an independent candidate was like sort of unprecedented. So that sort of gave me the courage that anything is possible. ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ഇനി നമുക്ക് ഗോകുൽ ചേട്ടന്റെ അടുത്തേക്ക് പോവാം. ഗോകുൽ ചേട്ടാ, എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ 2010 തൊട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ there is a visible increase in the number of engineers cracking UPSC exam. അതെന്തുകൊണ്ടാണ് എഞ്ചിനീയേഴ്സിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത്? നമ്മളുടെ സ്ട്രെസ്ഫുൾ റൂട്ടീൻസ് ഒക്കെയാണോ കാരണം? സ്ട്രെസ്ഫുൾ റൂട്ടീനൊന്നുമല്ല. അത് ഒരു നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കില്ലേ, നമ്മൾ ആരെങ്കിലും സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണോ ഇതുവരെ പഠിച്ചിട്ടോ എക്സാം എഴുതാൻ പോയത്? അത് തന്നെ UPSC നമ്മൾ പ്രയോഗിക്കും. എവിടുന്ന് ചോദ്യം വരുമെന്നുള്ളത് ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. അതേ സ്കില്ല് നമ്മൾ ഇതേ എക്സാമിൽ ഉപയോഗിക്കും. അത് പിന്നെ ദൈവാനുഗ്രഹവും ഗുരുത്വവും കൂടെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്രാക്ക് ആകും. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്യും. അങ്ങനെ ഒന്നല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് പോകും. അതാണ് ഒരു സാധാരണഗതിയിലുള്ള രീതി. അത് ഒരു ബിടെക് എന്നല്ല, പ്രൊഫഷണൽ കോഴ്സുകാർക്കുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു അഡാപ്റ്റബിൾ ആണ്. എന്തൊരു സർക്കംസ്റ്റൻസ് വന്നാലും നമ്മൾ അതിനകത്ത് ചാടിക്കടന്ന് എങ്ങനെയെങ്കിലും ഒക്കെ നിന്ന് വേഴിച്ചോളും. അത് ഒരു ബിടെക് അല്ല ഏത് പ്രൊഫഷണൽ കോഴ്സിലും കിട്ടുന്ന ഒരു ഗുണം അത് ബിടെക് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷെ അന്നേരം ഈ ഇംഗ്ലീഷ് BA ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ബുക്സ് വായിക്കാനും അങ്ങനെ ഒരുപാട് സമയമൊക്കെ കിട്ടത്തില്ലേ? അപ്പോ അവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ ഇപ്പം കുട്ടി പറഞ്ഞതിൽ തന്നെ ഉണ്ട്, അവർക്ക് ഒരുപാട് സമയം കിട്ടും, നമുക്കതില്ല. നമ്മൾക്കപ്പം മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊന്നുമല്ല, ജനറലി ഉള്ള പ്രൊഫഷണൽ കോഴ്സസും ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. ഈ പ്രാവശ്യം 22 ഇയേഴ്സിലൊക്കെ ക്രാക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. ഒരു ജനറൽ ലെവലിൽ നമ്മൾ ബിടെക് സ്റ്റുഡൻസ് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവര് ജനറലി അത് ക്രാക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതാണ്. ടൈം മാനേജ്മെന്റ് അവർക്ക് ഇതാണ്. പിന്നെ ക്വിക്ക് ലേണിംഗ് കേപ്പബിലിറ്റി എന്നുള്ളത് നമുക്ക് ഈ പ്രൊഫഷണൽ കോഴ്സ് തരും. വരുമ്പോഴത്തേക്കും ജസ്റ്റ് +2 സ്റ്റുഡൻസ് ആയിരുന്ന നമ്മള് അവരൊരു 5 അല്ലെങ്കിൽ 6 മോഡ്യൂൾസ് ഒരു കുറഞ്ഞിട്ട് കോമ്പാക്ട് ആയിട്ടുള്ള ടൈമിൽ നമ്മളെ കൊണ്ട് വിഴുങ്ങാൻ അവർ പ്രാപ്തരാകും. അതാണ് നമ്മുടെ പിന്നീട് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇതാക്കുന്നത്, അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ. അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഈ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതാണോ UPSCക്കും നല്ലത്? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് ഫാക്ടറും കൂടെ ഉണ്ട്. ചിലപ്പം അത് പഠിച്ചതൊന്നും വരില്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നോക്കിയതൊക്കെ വെച്ച് നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നപ്പം ഗ്യാസ് അടിക്കുക എന്ന് പറയും, പിന്നീട് തള്ളുക എന്ന് പറയും. അതൊക്കെ ഒരു പരിധി വരെ ഉള്ളു. ഓക്കെ, ശരി, ഇവിടെ വേണം. മതി. ഓക്കെ. ലാസ്റ്റ് ഡേ ഞാൻ മാധവിക്കുട്ടി മാമിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. കോട്ടിംഗ് ഹർ, and today when UPSC chose him at the 599th rank, it has made its wisest choice, taking the most suitable candidate for the Indian bureaucracy. Welcome to the civil services, Deepu. അത് കണ്ടപ്പോൾ തൊട്ട് ഐ കാൻറ്റ് ഹെൽപ്പ് ബട്ട് ആസ്കിങ്, ദീപു ചേട്ടൻ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് തന്നെ മാം പറഞ്ഞ പോലെ മോസ്റ്റ് എംപത്തറ്റിക്, മോസ്റ്റ് വെൽ റെഡ്, കമ്പോസ്ഡ്, ലോജിക്കൽ ആൻഡ് റാഷണൽ ഒക്കെ ആയിരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ രഹസ്യം? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹലോ അരുന്ധതി, വീണ, ഗൂഗിളെ, ഹായ് ഗൈസ്. ഓക്കെ, മാധവി പറഞ്ഞ എല്ലാ കാര്യവും ആ ഫേസ് വാല്യൂ എടുക്കണ്ട, കാരണം അങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നതാണ് പുള്ളിക്കാർ പാസ്സായി പോയത്. ഓക്കെ, കൺസിഡർ ചെയ്യണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ ആൾക്കാരെ കാണും, കുറെ അനുഭവങ്ങളോടെ കടന്നു പോകും.
അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കരുതിയിരുന്ന കുറേ ബയാസസും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പം സിവിൽ സർവീസ് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് വന്ന ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ഒരുപാട് മേഖലയിലുള്ള ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് വായിക്കാൻ പറ്റി, പല പല എക്സ്പീരിയൻസസ് അനുഭവിക്കാൻ പറ്റി, ദുരിതര തോക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈഗോയും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ പൊക്കോളും. ഓക്കെ, അപ്പോൾ ഒരു പരിധിവരെ സിവിൽ സർവീസ് പ്രിപ്പറേഷനാണ് അതിന് പ്രാപ്തനാക്കിയത്. കോളേജ് ലൈഫ് ഇല്ല, കോളേജ് ലൈഫ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. സിവിൽ സർവീസ് എന്ന രീതിയിലോ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും പോലെ തന്നെ ആയിരുന്നു കോളേജ് ലൈഫ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ചേട്ടാ, ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ചേച്ചി ഒരു ആവിഡ് റീഡർ ആണെന്ന് കേട്ടിരുന്നു. ചേച്ചി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് എന്തൊക്കെയാണ് ഫോർ UPSC ആസ്പിറൻസ്? UPSC, it depends on what stage you are. For first attempt is a crack read the very basic books which everybody reads all the time, like Spectrum or Lakshmikant, NCERT. I will recommend that, the basic books. For second attempt you have a lot of time, so you can branch out. You can read books like what India Since Independence, Struggle for Independence, Modern Makers of Modern India by Ramchandra Guha, I think, and he has a lot of books. So you can read all that, World History by Norman Law, and you can branch out. As more attempts you have more time and you can read more. First attempt stick to your basic books. ഓക്കെ, അപ്പൊ ഈ മാഗസിൻസ് ഒക്കെ വായിക്കുമായിരുന്നു ചേച്ചി? ഈ വീക്ക്ലി മാഗസിൻസ് പോലത്തെ, ഈ ഫ്രണ്ട് ലൈൻ, ദ വീക്ക്, അങ്ങനത്തെ ഒക്കെ? I think it's very good. If you have time you can read that. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു. പിന്നെ ഇനീഷ്യലി I used to read കുരുക്ഷേത്ര and all. പക്ഷെ എനിക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അത്ര തോന്നാത്തതുകൊണ്ട് I stopped. പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കറണ്ട് അഫയർ കമ്പൈലേഷൻസ് ഉണ്ട്. That also I only read the prelims compilation and the mains compilation. പിന്നെ to improve your knowledge you can read it. But from exam point of view I don't think it's contextual or anything. ഓക്കെ, താങ്ക് യു ചേച്ചി. പിന്നെ ഗോകുലേട്ടാ, ഇന്റർവ്യൂവിന് വേണ്ടി എങ്ങനെയാണ് ചേട്ടൻ പ്രിപ്പയർ ചെയ്തിരുന്നത്? ലൈക്ക് ഹൗ ടു ഡെവലപ്പ് അവർ ബോഡി ലാംഗ്വേജ്, പ്രസന്റേഷൻ സ്റ്റൈൽ ആൻഡ് ഓൾ ദാറ്റ്? അതെ, എന്നെ ഏറ്റവും അധികം ഗൈഡ് ചെയ്ത ഒരാളാണ് അപ്പുറത്ത് ഇരിക്കുന്നത്, ദീപ് സാറ്. ദീപ് സാറ് എന്നെ ഒരു ഗോഡ് ഫാദർലി ഫിഗറായ ഷിനാസ് സാറും കൂടെയൊക്കെയാണ് എന്നെ ഇതാക്കിയത്, മോൾഡ് ചെയ്തെടുത്തത്. അതിനു മുമ്പ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ഇത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഒരു മോക്ക് ഇന്റർവ്യൂ അവിടെ അക്കാഡമിയിൽ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് നമ്മുടെ സാധാരണ ക്ലാസ്സിൽ നമ്മൾ ചെല്ലുന്ന പോലെ തൊഴുത് പിടിച്ചോണ്ട് നിന്നതാണ് ഏറ്റവും വലിയ രസം. അത് പിന്നീട് ഇതിന്റെ ഓരോ വീഡിയോയും അങ്ങനെ ഓരോ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താ ആൻസർ, ടൈം ലാഗ് എത്ര കീപ്പ് ചെയ്യണം, അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇത് ഷൂട്ട് ചെയ്ത വീഡിയോ ഇരുന്ന് കണ്ട് നമ്മൾ ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. അതുവരെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഓരോ സജഷൻസ് തരും. നമ്മളത് അടുത്ത മോക്കിലേക്ക് ഇതാകും. പിന്നെ 1-on-1 സെക്ഷൻസ് ഇരിക്കും. ദീപു സാറുമായിട്ടും ഷിനാസ് സാറുമായിട്ടാണ് കൂടുതൽ ഇരിക്കാറ്. അവരുമായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ 1-on-1 ഒക്കെ എടുത്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ നോർമലി കുറച്ച് ഗസ്റ്റേഴ്സ് കൂടുതലുള്ള ആളാണ്. അത് കൺട്രോൾ ചെയ്യാനായിരുന്നു എനിക്ക് പാട്. ഓ, അപ്പൊ ഈ കോവിഡ് ടൈം ഒക്കെ ആയതുകൊണ്ട് ഇന്റർവ്യൂവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? എന്റെയും ദീപു സാറിന്റെ ഒക്കെ ഇന്റർവ്യൂ ആദ്യത്തെ സ്ലോട്ടിലായിരുന്നു. കോവിഡ് കാരണം ആ ഒരു ബ്രേക്ക് വരുന്നതിന് മുമ്പായിരുന്നു. ഓക്കെ ഓക്കെ, ശരി. പിന്നെ ദീപു ചേട്ടാ, ഈ കറണ്ട് അഫയേഴ്സ് എപ്പോഴും ഒരു ബിഗ് പ്രോബ്ലം ആണല്ലോ. ഇറ്റ്സ് ലൈക്ക് വെരി ഡൈനാമിക് ആൻഡ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്ട് ഫ്രം വേർ ക്വസ്റ്റ്യൻസ് കം ഫ്രം. ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക? ലൈക്ക് വിച്ച് ന്യൂസ് ടു റീഡ് ആൻഡ് വിച്ച് ന്യൂസ് ടു ഓമിറ്റ്? എങ്ങനെയാണ് ഈ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അത് ആക്ച്വലി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. കാരണം പൊതുവെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, അതായത് ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വായിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 4 മണിക്കൂർ വരെ പത്രം വായിക്കാനായിട്ട് പോകും. പിന്നെ അത് തന്നെ പത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതാണെന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഐറ്റംസ്, ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പ്രിപ്പയർ ചെയ്ത് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. ബേസിക്കലി ആർട്ടിക്കിൾ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും കറണ്ട് അഫയേഴ്സിനെ. ബേസിക്കലി നമ്മുടെ പത്രമാണ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്.
കാരണം നമ്മുടെ ഒപ്പീനിയൻസ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾസ് വായിക്കുന്നത് വഴിയാണ്. ഓക്കെ, പല പല പേഴ്സ്പെക്റ്റീവ്സ് എന്നുള്ള ആർട്ടിക്കിൾസ് വായിക്കുന്നത് വഴിയാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസിക്കുന്നത്. പക്ഷേ ഈ പത്രം കൊണ്ട് മാത്രം നമ്മുടെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് കവർ ആവാൻ പറ്റില്ല. ഈ കറണ്ട് അഫയേഴ്സിന് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കറണ്ട് അഫയേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പ്രിലിംസിന് ആസച്ച് വരുന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് എപ്പോഴും പത്രത്തിൽ നിന്ന് കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. ഇവരോട് ചോദിച്ചാൽ അറിയാം. ഓക്കെ, അപ്പം പ്രിലിംസിൻ്റെ കറണ്ട് അഫയേഴ്സ് നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ട് എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ മെയിൻസിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെറ്റീരിയലിനെക്കാളും കൂടുതലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് പ്രധാനം. അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കാരണം പ്രിലിംസിന് കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക, കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫാക്ട്സുകൾ മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പഠിച്ച് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ മെയിൻസിന് ഈ പറയുന്ന ഫാക്റ്റുകളെക്കാളും അധികം, മെയിൻസിനും ഇൻ്റർവ്യൂവിനും ചേർത്ത് ഫാക്റ്റുകളെക്കാളും അധികം നമ്മുടെ അഭിപ്രായങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോച്ചിങ് മെറ്റീരിയൽ മാത്രം വായിക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പ്രിലിംസിന് ഒരു കമ്പൈലേഷൻ, ഒരു സ്റ്റാൻഡേർഡ് കമ്പൈലേഷൻ ഫോളോ ചെയ്യുക. മെയിൻസിന് ന്യൂസ് പേപ്പറും നമ്മുടെ പിയർ ഡിസ്കഷൻസും വഴി നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ ഓരോ ഇഷ്യൂലും ഡെവലപ്പ് ചെയ്യുക. അതിന് കോംപ്ലിമെൻ്റ് ചെയ്യാൻ മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കറണ്ട് അഫയേഴ്സ് വെച്ച് ഓപ്പൺ ചെയ്ത് പോവുക. ബാക്ക് ബോൺ ഷുഡ് ബി ദ ന്യൂസ് പേപ്പർ. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ്. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പറേഷൻ. പ്രിലിംസിൻ്റെ കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. അതിന് വീണ പറഞ്ഞാൽ അതിന് കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. പക്ഷേ മെയിൻസിന് നമ്മൾ കുറേയൊക്കെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആക്ച്വലി ഇറ്റ് ഹാസ് എ പർപ്പസ്, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് യുവർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് നമ്മളതായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴും വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ആ ഡിഫറൻഷിയേഷൻ കൊണ്ടുവരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നാക്കുൽ ചോദിച്ചോളൂ. നാക്കുൽ എസ് പ്രമോദ്. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ ദീപു ചേട്ടനോടാണ്. ചേട്ടാ, നമ്മൾ ഈ എങ്ങനെയാണ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഓപ്ഷണൽസ് ചൂസ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, ഇപ്പം മാത്തമാറ്റിക്സ് ഒരു ഓപ്ഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ വരുമോ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഓപ്ഷണലിനെക്കാട്ടിലും കൂടുതൽ? അതുപോലെ ഇപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോഴേ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ സ്കോറിംഗ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഓരോ ഓപ്ഷനിൽ എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് കയറുന്ന ഓപ്ഷനിലാണോ? രണ്ടാമത്തേതായിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും മെറ്റീരിയൽസും അവൈലബിൾ ആണോ? മൂന്നാമതായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം തോന്നുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ വെക്കേണ്ടത്. മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് പലപ്പോഴും IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള കുട്ടികളോടാണ്. അപ്പം ബാക്കി സബ്ജക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഭയങ്കര ഹൈലി സ്കോറിംഗ് ആണ്. ഇപ്പം ഔട്ട് ഓഫ് 500 മാർക്കിനും ആൻസർ എഴുതുന്ന ആൾക്കാരുണ്ട്. ബാക്കി ഹ്യൂമാനിറ്റീസ് പോലല്ല. പക്ഷേ ദർ ഇസ് സംതിങ് കോൾഡ് സ്കെയിലിംഗ്. അപ്പം ഓപ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസിൻ്റെ മാർക്സിൽ ഒരു പാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇവരൊരു സ്കെയിലിംഗ് കൊണ്ടുവരും. അപ്പം മാത്തമാറ്റിക്സിന് നമ്മൾ 400 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഇവർ ഈ മാർക്കുകൾ തമ്മിൽ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി സ്കെയിലിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും ഹൈ മാർക്ക് സ്കോർ ചെയ്താൽ നമുക്കൊരു ആവറേജ് പെർഫോമൻസ് കൊണ്ടിട്ട് മാത്തമാറ്റിക്സ് എടുക്കുന്നത് ഡേഞ്ചറാണ്. അപ്പം എക്സൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മാത്തമാറ്റിക്സ് ഉള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എൻഷുർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്. അത് നല്ലൊരു ആൻസർ ആയിരുന്നു ചേട്ടാ. ബട്ട് ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. അപ്പൊ ഈ കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ് ഓപ്ഷണൽ ആയിട്ട് എടുക്കാൻ? ഞാൻ ഈ വർഷത്തെ കണക്ക് പറയാം. ഈ വർഷത്തെ കണക്കിൽ ഇപ്പോൾ അവർ സർവീസ് കിട്ടിയ ആൾക്കാരുടെ ഒരു എക്സൽ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് സെർച്ച് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്തത്, ക്ലിയർ ആയത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞാൽ സോഷ്യോളജി കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയിരുന്നു സോഷ്യോളജി കഴിഞ്ഞാൽ ഏതാണെന്ന്. എനിക്ക് തോന്നുന്നത് ആന്ത്രോപോളജി ആണ്. ഇല്ല സാർ, നോക്കിയില്ല. പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രോപോളജി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജോഗ്രഫി ആണെന്ന് തോന്നുന്നു. ഇതാണ് ടോപ്പിൽ നിൽക്കുന്ന ഓപ്ഷൻസ്. പിന്നെ മലയാളം ഓപ്ഷനിൽ നല്ല ഓപ്ഷനിലാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇതൊക്കെ ആക്ച്വലി സ്കോറിംഗ് പൊട്ടൻഷ്യലുള്ള ഓപ്ഷൻസ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം. മാത്തമാറ്റിക്സും ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്, എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പോലെ. പക്ഷെ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ലെവലും കൂടെ മനസ്സിലാക്കണം.
കാരണം ഒരു സ്കെയിലിംഗ് വരുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അവരുടേത് മാച്ച് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ സ്കെയിലിംഗ് വരുമ്പോൾ നമ്മുടെ മാർക്ക് ഭയങ്കര താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു സേഫ് ബെറ്റാണ്. ഓക്കെ, ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്കൊരു മിഡിൽ പാത്ത് പിടിച്ചൊരു സേഫ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ് ഏട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെബുന്ന് ചോദിക്കാവേ. ഓക്കെ, താങ്ക് യു അരുന്ധതി. എൻ്റെ ക്വസ്റ്റ്യൻ 3 പേരോടും കൂടെയാണ്. നമുക്കിപ്പം പൊതുവെ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി എടുത്തിട്ട് എല്ലാവരും കോച്ചിങ് സെന്റേഴ്സിലോട്ട് പോയി ആണ് UPSCക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാതെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് UPSC. അത് ഓരോരുത്തരുടെ ടാലന്റ് പോലെ ഇരിക്കും. അതാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. അത് ചെയ്യുന്നവരുണ്ട്, എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ളവരൊക്കെ ചെയ്യും. ആവറേജ് ഒരു എബോ ആവറേജ് സ്റ്റുഡൻസിന് എങ്ങനെയായാലും നമുക്ക് ഗൈഡൻസ് വേണം. ഞാൻ ഒരു 2 അറ്റംപ്റ്റ് കൊണ്ടാണ് ഇത് എന്താണ് ഇതിന്റെ അകത്ത് സിലബസ് എന്ന് തന്നെ നേരിച്ച് ഒരു ഐഡന്റിഫൈ എടുക്കാൻ എനിക്കൊരു രണ്ടാമത്തെ അറ്റംപ്റ്റ് വേണ്ടി വന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ചെയ്തത്. അത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ചെയ്തത്. രണ്ടാമത്തെ അറ്റംപ്റ്റില് കുറച്ചുകൂടെ എന്താണ് ഇതിന്റെ ഡെപ്ത് എന്ന് മനസ്സിലായി. മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ശരിക്കും എന്താണ് ഈ ഹോൾ പ്രൊസീജിയർ എന്താണെന്ന് തന്നെ അറിഞ്ഞത്. അങ്ങനെയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടാലന്റ്. നിങ്ങൾ എക്സ്ട്രീംലി ടാലന്റഡ് ആണെങ്കിൽ ഒരു ഗൈഡൻസിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തെടുക്കുന്നവരുണ്ട്. ബട്ട് അത് റെയറാണ്, വളരെ റെയറാണ് അത്ര ഉള്ളവർ. എപ്പോഴും ഒരു ഗൈഡൻസ് എപ്പോഴും നല്ലതാണല്ലോ. നമ്മളൊരു ഗൈഡഡ് ചെയ്യുന്നതും ഇത് ഒരു ഗ്രാവിറ്റി ബോംബും ഒരു ക്രൂയിസ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ. താങ്ക് യു. I think it's okay because I did without any coaching. Only for geography optional I attended coaching. The only thing is that patience വേണം, പിന്നെ സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇതും വേണം. What I used to do is that I used to listen to all these toppers talk and I used to like jot down like എല്ലാവരും ചെയ്ത കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ everybody used to read Hindu. So I wrote down Hindu. Everybody is learning Lakshmikant. I wrote down Lakshmikant. Then I looked that everybody is reading the syllabus. I studied the syllabus and according to that I did. So it is possible to do by yourself. And the only thing is that you have to be consistent. Ippom സ്വന്തമായിട്ട് ഒരു കൺസിസ്റ്റൻസി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ I would recommend you can do by yourself also. എൻ്റെ അഭിപ്രായം ഇതാണ്, ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു നമുക്ക് സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തി റിസർച്ച് നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിയായിട്ടുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ ശരിയല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് കുഴിയിലാണെങ്കിൽ വീണ്ടും കുഴിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പ്രോപ്പർ ഒരു കോഴ്സ് കറക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെന്റർഷിപ്പോ ഒരു ഗൈഡൻസോ ഉള്ളത് എപ്പോഴും നല്ലതാണ്. If you are confident in getting a mentorship like that, I think you can do by yourself. Okay, അതിൻ്റെ കമ്പൽഷൻ ഒന്നുമില്ല ഒരു കോച്ചിങ് സെന്ററിൽ പോകണമെന്നോ. പക്ഷെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പറഞ്ഞത് ആ ഒരു 2 വർഷത്തെ എഫേർട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒരു ഗാർഡിയൻ ആഞ്ചൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവസാനം നമുക്ക് ചെയ്യാൻ പറ്റും ബൈ യുവർസെൽഫ്. And it's also a psychological booster if you have a mentor or somebody. അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാന്ന് ഒരാൾ പറയുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആണ് വീണ്ടും ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും സെൽഫ് ഡൗട്ട് മനസ്സിലുണ്ടാവും. അതില്ലായിരിക്കുന്ന എപ്പോഴും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഭിജിത്തിന് ചോദിക്കാവേ. അഭിജിത്ത് ആൻഡ് രാജ്. ഹലോ. എന്റെ ക്വസ്റ്റ്യൻ ശരിക്കും ആർക്കുള്ള ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോളേജ് ലൈഫും അല്ലെങ്കിൽ ഇപ്പോ ജോലിയൊക്കെ കിട്ടിയ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇപ്പോ വർക്ക് ലൈഫുമായിട്ട് എങ്ങനെയാണ് UPSC പ്രിപ്പറേഷൻ ബാലൻസ് ചെയ്യാൻ സാധിക്കും? അതോ കംപ്ലീറ്റ് അബ്സല്യൂട്ട് ഡെഡിക്കേഷൻ ശരിക്കും ആവശ്യമുണ്ടോ? ഹലോ, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ആക്ച്വലി കേട്ടില്ല ക്ലിയർ ആയിട്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? നമുക്ക് കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മളെ കോളേജിലെ സ്റ്റഡീസും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ വർക്ക് ലൈഫും പ്രിപ്പറേഷനും തമ്മിൽ എങ്ങനെയാണെന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കും? അത് നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും
UPSC നമുക്ക് വേണ്ടൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 10-12 മണിക്കൂർ എല്ലാ ദിവസവും ഇതിനുവേണ്ടി മാറ്റിവെക്കണമെന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഇഫ് യു ക്യാൻ ഡെഡിക്കേറ്റ് 4 hours എവറി ഡേ, ദാറ്റ്സ് ആക്ച്വലി ഇനഫ്. അപ്പോൾ ആ ഒരു 4 hours എല്ലാ ദിവസവും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം 12 മണിക്കൂറും ഒരു ദിവസം 2 മണിക്കൂറും പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയേക്കാളും കൂടുതൽ ഒരു ക്ലിയർ ലെവലിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ക്ലിയർ ആയിട്ട് ടാർഗറ്റ്സ് സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് മാനേജബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് നാളെ കോളേജ് പാസ്സായിട്ട് വർക്കിംഗ് സ്ഫിയറിൽ കയറി കഴിഞ്ഞാലും അത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആക്ച്വലി ഒരു വർഷം വർക്ക് ചെയ്തു. ഞാൻ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടി നോക്കിയാലായിരുന്നു. അപ്പോൾ അന്നോട്ടെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വർക്ക് ഭയങ്കര ഇൻവോൾവിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വീക്കെൻഡ് വന്നാലും വീട്ടിൽ പോയാലും എല്ലാം ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സുനോട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ വർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് സിവിൽ സർവീസിൻ്റെ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ തയ്യാറായത്. പക്ഷേ നിങ്ങൾക്ക് 9 to 5 പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബുണ്ട്. അത് ജോബ് ഭയങ്കര എക്സോസ്റ്റിംഗ് അല്ല, മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. താങ്ക് യു. അടുത്ത നവമിക്ക് ചോദിക്കാവേ. നവമി ശശികുമാർ. എന്റെ ക്വസ്റ്റ്യൻ വീണ ചേച്ചിനോടാണ്. ഇത്രയും നല്ലൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടും IAS പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷണൽ സബ്ജക്റ്റുകളായിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ നിന്നല്ലാതെ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? See, when I went there, actually I didn't know that how many papers are there. I didn't know there was optional also. So പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാണ് I started thinking about what to take as optional. അപ്പം honestly civil engineering I don't have a very good grasp of it. So I thought then I searched ഏതാ നല്ലത്. അപ്പോൾ അവിടെ ചെന്നപ്പം geography was doing very good, and Nikhil sir from iLearn, he was like everybody was saying he's a good teacher. So എനിക്ക് തോന്നി സാറിൻ്റെ അടുക്ക ചെന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ geography I looked at it, sometimes the paper is tough, but every year people are able to score well. So ഞാൻ അത് വെച്ചിട്ട് സ്കോറിംഗ് ആണ്, മെറ്റീരിയൽസ് ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ geography എടുത്തത്. Civil engineering I didn't find that there is as much as opportunity as geography. Thank you, ചേച്ചി. നക്കുൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നക്കുലിന് ചോദിക്കാവേ. ഓക്കെ, എനിക്ക് ദീപു ചേട്ടനോടാണ്. അപ്പം നമുക്ക് ഈ essay പേപ്പറിന് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? കാരണം 125 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ്? essay എന്നെക്കാളും നന്നായിട്ട് പറയാൻ അർഹതയുള്ള ആള് വീണയാണ്. വീണ വർഷത്തെ ടോപ്പറായിരുന്നു എസ്സേടെ. വീണ പറഞ്ഞത് ലാസ്റ്റ് ഇയർ എന്റെ റാങ്ക് 299 ആയത്. I only had 105 in essay. അയ്യോ, മാറിപ്പോയി. സോറി. ഓക്കെ, എന്റെ മനസ്സിൽ ഇതായിരുന്നു. ഓക്കെ, എസ്സേ പറ്റി എനിക്ക് പറഞ്ഞ പോലെ എല്ലാ റേഞ്ചിലുള്ള മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എസ്സേക്ക് മോശവും നല്ല മാർക്കും വന്നിട്ടുണ്ട്. എസ്സേയുടെ ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തി എഴുതാൻ പറ്റുന്നതാണ് എസ്സേയുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡയമെൻഷനെ പറ്റി എഴുതാൻ പറ്റണം. ഓക്കെ, ഒരു ജനറൽ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഈ പേപ്പറിൻ്റെ ഒരു ടോപ്പിക് ചോദിച്ചെന്ന് വെച്ചോ, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. ഓക്കെ, അപ്പം ടോപ്പിക് ഈസ് ഓൺ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ അത് എഴുതുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ പൊളിറ്റിക്കൽ കോസസ്, സോഷ്യൽ കോസസ്, റിലീജിയസ് കോസസ്, എക്കണോമിക് കോസസ് എത്ര പരന്ന് എത്ര മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം വൈബ്രൻ്റ് ആയിരിക്കും നിങ്ങളുടെ എസ്സേ. അത് ഒരു ആസ്പെക്റ്റ്. 2, എത്രമാത്രം ഫ്ലോ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 40-45 വയസ്സുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ആൻസർ പേപ്പർ വായിച്ചു നോക്കിയാണ്. ഓക്കെ, പുള്ളീനെ ബുദ്ധിമുട്ടിക്കാതെ നല്ല ഫ്ലോയിൽ ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ഇട്ട് തരും. എസ്സേ മാത്രമല്ല, ഒരു എല്ലാ GS പേപ്പറിൻ്റെയും രീതിയിലൊരു ഫണ്ട് അതാണ്. ബേസിക്കലി കമ്മ്യൂണിക്കേഷനാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ നിങ്ങളൊരു ഇവാലുവേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് ത്രൂ റിട്ടൺ ലാംഗ്വേജ്. അപ്പം പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഏറ്റവും നല്ല ഫ്ലോയിൽ സ്ട്രക്ചർ ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ, എസ്സേയുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല, ഒരു ഡിഫറൻസേ ഉള്ളൂ. എസ്സേയിൽ ഏറ്റവും ബ്രോഡായിട്ട് ഉള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ ചേട്ടാ, ഒന്നും കൂടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം അതില് ഫാക്ട്സ് ആണോ കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്, അതോ നമ്മുടെ വ്യൂ
ഒരു മിക്സാണ് എപ്പോഴും നല്ലത്. UPSC അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വേറൊരു സാധനത്തിന് കുറവ് ഇമ്പോർട്ടൻസ് അങ്ങനെയില്ല. എപ്പോഴും നമ്മളൊരു മിഡിൽ പാത്ത് പിടിച്ച് എല്ലാത്തിൻ്റെയും ഒരു ഗുഡ് മിക്സ് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഫാക്ട്സ് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഈ പറഞ്ഞ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ നമ്മുടെ ക്വസ്റ്റൻ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ കൊണ്ടുവരാം. നമ്മുടെ കാഴ്ചപ്പാടുകളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഫാക്ട്സുകൾ കോട്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ള സംസ്ഥാനങ്ങളിൽ വയലൻസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ള സംസ്ഥാനങ്ങളുടെ ഫാക്റ്റുകൾ ഇപ്പം ലെജിസ്ലേച്ചറിൽ എത്ര ശതമാനം സ്ത്രീകളുണ്ടെന്ന് നമുക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് തോന്നിയ എല്ലാ കാര്യങ്ങളും തള്ളി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന കാഴ്ചപ്പാടുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഫാക്റ്റുകളെ ഉപയോഗിക്കാം. ഒരു ജുഡീഷ്യസ് മിക്സ് ഓഫ് എവറിത്തിങ് ആണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് വരുന്നത്. ഓക്കെ, താങ്ക്സ്. അടുത്തത് സാരംഗിക്ക് ചോദിക്കാവുന്നതാണ്. ഗോകുലേട്ടനോട് ചോദിച്ചോളൂ. ഓക്കെ ചേട്ടാ, ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മള് ന്യൂസ് പേപ്പർ വായിക്കുന്നതും അതുപോലെ തന്നെ അതേ രീതി തന്നെ യൂട്യൂബിലാണെങ്കിൽ ന്യൂസ് പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ചിലർ പറഞ്ഞു കിട്ടുന്നത് ഹിന്ദു വായിക്കുമ്പോൾ നമുക്കൊരു അനാലിസിസ് ഒരു കവർ കിട്ടും, മറ്റേതിന് അത് കിട്ടില്ല എന്ന് പറഞ്ഞു. ചേട്ടന് എന്താണ് ഇതിന് പറയാനുള്ളത്? അതെ, അത് ദീപു സാറ് പറഞ്ഞത് തന്നെയാണ്. ആ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യണമെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ചെല്ലുന്നവരാണെങ്കിൽ ഇപ്പൊ നോർത്തിലൊക്കെ ചില കുട്ടികളുണ്ട് 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങനെ ഇതേ എന്ന് പറഞ്ഞ് ബ്രോട്ടപ്പ് ആയിട്ടുള്ളവരുണ്ടാവും. അവർക്കൊന്നും ഇത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്താലും വിഷയമില്ല. അവർക്ക് ആ ഒപ്പീനിയൻ ഫോമിങ് ആ ഒരു എന്താ പറയുക സ്കിൽ എന്ന് പറയുന്നത് അവർക്ക് കൊച്ചിലെ കിട്ടും. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കോഴ്സ് ചെയ്യുന്ന നേരെ വരുമ്പോഴത്തേക്ക് നമുക്കത് വരണമെങ്കിൽ എന്താണ് ഐഡിയ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ എസ്സേയിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നല്ല ലാംഗ്വേജ് ഉണ്ടാവണം പിടിച്ച് നിൽക്കാനുള്ള. സെന്റ് സ്റ്റീഫൻസിലെയൊക്കെ കുട്ടികളൊക്കെ എഴുതുന്നതല്ലേ, അപ്പൊ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഉണ്ടാകുന്ന ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. ഇപ്പം ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഒക്കെ ആണെങ്കിൽ MK നാരായണനൊക്കെ എഴുതുന്ന ഇപ്പം WB ഗവർണർ ആയിരുന്നു അദ്ദേഹം, പഴയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒക്കെ ആയിരുന്നു. അവരുടെയൊക്കെ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ആ ഒരു റൈറ്റപ്പ് ഒക്കെ കിട്ടുന്നതെന്ന് തന്നെ നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് എടുത്താൽ തന്നെ. എനിക്ക് ഇന്റേണൽ സെക്യൂരിറ്റി പേപ്പർ ആയിരിക്കും മിക്കവാറും എനിക്ക് ആ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എനിക്ക് ആകെ ഒരു ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഈ എഡിറ്റോറിയലിൽ വരുന്ന ഇതേപോലുള്ള കറന്റ് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ഇത് ടൈം സേവ് ചെയ്യാം. ഞാൻ സ്കിപ്പ് ചെയ്യും. ഞാൻ ന്യൂസ് പേപ്പർ സ്ഥിരം ഒരു വീക്കിൽ ഞാൻ 1-2 ഡേയ്സ് സ്കിപ്പ് ചെയ്താൽ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടായിരിക്കും അതിനെ മേക്കപ്പ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇതാണ്. ഒരു ബിഗിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ന്യൂസ് പേപ്പർ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഫിൽറ്റേർഡ് ആയിട്ട്. ചേട്ടാ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുന്നവര് വളരെ വിരളമാണ്, എന്നാലും കിട്ടുന്നവരുണ്ട്. മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും. ഒരാൾ അപ്പുറത്തെ ഇരിപ്പുണ്ടല്ലോ, അത്ര റെയർ ഒന്നുമില്ല. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആള് തന്നെ ഇരിപ്പുണ്ട്, അപ്പുറത്തെ ഇരിപ്പുണ്ട്. അത് ടാലന്റ് പ്ലസ് കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, അതുണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യാന്നേ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അപ്പുറത്തെ ഇരിപ്പുണ്ട്. നെഗറ്റീവ്സിനെയൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലെ നെഗറ്റീവ്സിനെയൊക്കെ എങ്ങനെ അത് നെഗറ്റീവ്സ് കാത് പൊത്തുക അത്രേ ഉള്ളൂ, ഒന്നും നോക്കാനില്ല. പലരും പറയും. ഇപ്പൊ എന്റെ ഇടയ്ക്ക് തന്നെ കഴിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ എന്റെ ഈ ഇതിന്റെ പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അധികാരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നാട്ടില്. അപ്പം ഞാൻ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും എനിക്ക് കണ്ടു പരിചയം പോലും ഇല്ലാത്ത ആള് വന്നിട്ട് വീട്ടൊക്കെ കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഒന്നും ആയില്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. എന്നിട്ട് വേണമെങ്കിൽ ശരിയാക്കാം, ഒരു 6000 രൂപ ഒന്ന് ശരിയാക്കാന്നൊക്കെ ഇങ്ങോട്ടൊരു ഓഫറും വെച്ച്. അങ്ങനെയുള്ള പലരും ഉണ്ടാവും. അതൊക്കെ നമ്മൾ നിഗ്ലക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിനായക് കവിലിന് ചോദിക്കാവുന്നതാണ്. എന്റെ ചോദ്യം എല്ലാവരോടും കൂടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു UPSC ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് IAS അത് എങ്ങനെയെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ആകുമോ, ഡയബറ്റിക് ആണെന്നുള്ള കാരണം? ഇല്ല, IAS ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ അല്ലേ? ഫിസിക്കൽ സെനറ്റ് നോക്കുന്നത് പോലീസ് സർവീസ്, റവന്യൂ, എക്സൈസ് അങ്ങനത്തെ സർവീസുകളിൽ കുറച്ചുകൂടെ നോക്കും. പക്ഷേ IAS അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല,
ഞാൻ മനസ്സിലാക്കിയത് ടെക്നിക്കൽ കോഴ്സിനാണെങ്കിൽ അത് പ്രശ്നമാണ്, നോൺ ടെക്നിക്കലിന്റെ കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. IPS IRPS ഒക്കെ ആണെങ്കിൽ പ്രശ്നമാകും, ബാക്കി ഒന്നും കുഴപ്പമില്ല എന്നാണ് കേട്ടത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. IAS ഫോറിൻ സർവീസ് IRTS also just your color blindness and all. I don't think diabetes are ഡയബറ്റീസ് ഒരു relevant. വിഷയമാവുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ. അതുപോലെ ഈ മെഡിക്കൽ ചെക്കപ്പിന് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? കുറേ സാധനം നമ്മളെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് പ്രഷർ, എക്സ്റേ, ചെവി കേൾക്കുന്നുണ്ടോ, കണ്ണ് കാണാൻ Lung capacity. കപ്പാസിറ്റി, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരീക്ഷ. അത്ര വലിയ ടോപ്പിക്കൊന്നുമല്ല, നോട്ട് മിലിറ്ററി ഗ്രേഡ് ഓർ എനിത്തിങ്. അങ്ങനെ അതിന്റെ മെഡിക്കലിനകത്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അത് പുറത്ത് പറയടാവുന്ന. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെഷൻ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇസ് പ്യുവർലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ടു വീണ ചേച്ചി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചേച്ചിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 299 ആയിരുന്നു. ആക്ച്വലി 299 ഇസ് ആൻ എക്സലന്റ് റാങ്ക്, ടോപ്പ് 300 തന്നെ വന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നെക്സ്റ്റ് ഇയറിൽ ഒന്നും കൂടി അപ്പിയർ ചെയ്യണമെന്ന് തീരുമാനിച്ചത്? ഇൻ അതർ വേർഡ്സ്, ഈ ഒരു റിസ്ക് പിന്നെയും എടുക്കാൻ എന്താണ് കാരണം? ലക്ക് എന്നൊരു ഫാക്ടർ ഇല്ലേ, പേടിയായില്ലായിരുന്നോ? I guess ഒരു പ്രാവശ്യം കിട്ടി കഴിഞ്ഞാൽ that പേടി reduces. What I felt is that, see, UPSC, when you are writing, you have a number of goals. First goal will be like, okay, service ideal, keeping it aside, that is there for everybody writing UPSC. First thing is you want to get into civil service, which is civil service in Athana, you have this thing that ഈ സർവീസ് വേണം അല്ലെങ്കിൽ ആ സർവീസ് വേണം. അപ്പം ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സർവീസ് കയറി കഴിഞ്ഞാൽ that wish that I wanted IAS or IFS or IPS. You have that feeling. So even I had that feeling. I was allotted railway traffic service, and എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം ഇതെല്ലാം പഠിച്ചു. ഒന്നുകൂടെ പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് തോന്നിയില്ല. So I was like, I will write again so that I don't have any regrets in life. Then ഒരു പ്രാവശ്യം കൂടെ എഴുതിയായിരുന്നെങ്കിൽ എനിക്ക് വേറെ വല്ലതും സർവീസ് കിട്ടിയാണ്. But though I was satisfied with the principle of civil service, I wanted to improve upon the domain in which I was going to work. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എഴുതിയത്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് IFS വേണമെന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പൊ ഈ IFS നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ മാക്സിമം നമുക്ക് ഏത് പോസ്റ്റ് വരെ എത്താൻ പറ്റും? ലൈക്ക് ഇപ്പൊ IAS ആണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ അല്ലേ, അപ്പൊ അതുപോലെ IFS ആണെങ്കിൽ if you see, it's still foreign secretary, but if you look at S.J. Shankar, he's even become Minister of External Affairs. That is outside the capacity of IFS officer, but yeah, technically you can reach till foreign secretary and ambassador. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. പിന്നെ ഇനി ഗോകുൽ ചേട്ടനോടാണ്. ചേട്ടനെ പറ്റി കൂടുതൽ അറിയാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്താണ് ചേട്ടന് സിവിൽ സർവീസ് എടുക്കണം എന്ന് തോന്നാൻ കാരണം? കുട്ടിക്കാലം തൊട്ടേയുള്ള ഒന്നുമല്ല, എനിക്ക് മിലിറ്ററിയിൽ ചേരാൻ യൂണിവേഴ്സിറ്റി എൻട്രി വന്നപ്പോഴത്തേക്കും SSB അത് ക്വാളിഫൈ ചെയ്തു. SSBക്ക് പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും നല്ല എൻ്റെ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് ഞാൻ സിവിൽ സർവീസിലോട്ട് പോയത്. ഓക്കെ, അപ്പൊ ചേട്ടന് ഇങ്ങനെ റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. പിന്നെ എനിക്ക് സാമനേഷ, ആറൻ കാവു ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൈക്രോഫോൺ ഓഫ് ആണേ അരുന്ധതിയുടെ. ഇപ്പൊ കേക്കത്തില്ലേ? ഇപ്പൊ ക്ലിയർ. ഓക്കെ, എന്താണ് ദീപു ചേട്ടന്റെ അടുത്ത പ്ലാൻ? ഏത് സർവീസ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഓപ്ഷൻ പോലീസായിരുന്നു. അപ്പൊ എൻ്റെ 7ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് ഫുൾ ടൈം ടീച്ചിങ്ങിലാണ്. ഇപ്പോൾ സോഷ്യോളജി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 2 അറ്റംപ്റ്റ് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് കളഞ്ഞു. സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന സാധനം ഞാൻ ഓൾമോസ്റ്റ് നിർത്തിയതാണ്.
പിന്നെ ക്ലിയർ ആയെന്നേ ഉള്ളൂ. ഇപ്പം ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ടീച്ചിങ്ങിലും മെൻറ്ററിങ്ങിലുമാണ്. ഏത് സർവീസ് കിട്ടിയാലും സന്തോഷമാണ്, അതങ്ങനെ വിഷയമില്ല. ഓക്കെ. അപ്പോ ഈ റാങ്കിന്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്ന് പറയാമോ? ഇപ്പം 24 സർവീസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് ഏത് പോസ്റ്റ് കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 90 to 93, ഒരു 95 അറൗണ്ട് IASന്റെ പ്ലേസ്മെന്റ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് അലോക്കേഷൻ ലിസ്റ്റ് ഒരു 6 റൗണ്ടിൽ ക്ലിയർ ആവും. ഫോറിൻ സർവീസിന് ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ ടു അപ് ടു 140 or 142 അറൗണ്ട് അല്ല വേണം, ആ ഒരു റേഞ്ച് വരെ പോയില്ലേ? യൂഷ്വലി അങ്ങനെയാണ്. IPS എനിക്ക് തോന്നുന്നു ഒരു 240 വരെ ജനറൽ കാൻഡിഡേറ്റ്സിന് പോകും. മാക്സിമം ഐ തിങ്ക് അറൗണ്ട് 250. ബാക്കി കാറ്റഗറീസ് വരുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് വരും. ഇപ്പം OBC ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 400 അറൗണ്ട് വരെ IAS കിട്ടും. IPS ആണെങ്കിൽ ഒരു 520 അറൗണ്ട് വരെ IPS കിട്ടും. ഫോറിൻ സർവീസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച്. ഇപ്പം താഴെയുള്ള ബാക്കിയുള്ള താഴെ കട്ട് ഓഫ് മാർക്ക് വരുന്ന സബ്ജക്ട്സ് കാറ്റഗറീസ് ആകുമ്പോഴേക്കും ഇപ്പം റാങ്ക് കുറച്ചുകൂടെ താഴോട്ടുള്ള റാങ്കുകൾ വന്നാലും ജോബ് സർവീസസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. പിന്നെ വീണ ചേച്ചി, പണ്ട് ഈ അലഹബാദ്, ജലന്ധർ, ഡൽഹി, ഷില്ലോങ് അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ IFS എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നത്? Yeah, definitely. Because I think ഞാൻ ഒരു സ്ഥലത്ത് more than 2-3 years I have not stayed except in I guess college because 4 years course ആണ്. പിന്നെ കേരളത്തിൽ കുറെ സമയമായി for game. Before that I have never stayed like more than 3-4 years. So I felt like India almost കണ്ടു, പിന്നെ പുറത്തും കൂടെ കാണാം. പിന്നെ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സർവീസ്, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇറ്റ്സ് ചാലഞ്ചിങ് ഓൾസോ. വേറെ ഒരു സ്ഥലത്ത് പോയി അവരുടെ കൾച്ചർ കാണുക, അത് പഠിക്കുക. നമ്മുടെ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഡെഫിനറ്റ്ലി ഈ ചൈൽഡ്ഹുഡിൽ ഇത്രയും സ്ഥലത്ത് പോയ ഒരു ഇമ്പാക്ട് കാരണമുണ്ട് അത് IFS for it to become my preference. ഓക്കെ. അപ്പൊ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഫോറിൻ കൺട്രിയിൽ? അങ്ങനൊന്നും ഇല്ല. എന്തെങ്കിലും ഡിഫറെന്റ് കൺട്രീസ് കിട്ടിയ എവരെവർ. മൈ ഡാഡ് യൂസ് ടു സേ once you are joining your duty or your service, pack your bistara and go wherever they tell you to go. So I have that attitude. എവിടെ വിട്ടാലും പോകാനായിരിക്കും. ഓക്കെ. എങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓരോ സ്ഥലങ്ങളിൽ? ഓരോ സ്ഥലങ്ങളിലും ഇപ്പം യു വർക്ക് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റൈറ്റ്? ഇറ്റ്സ് നോട്ട് മാജിക്കൽ ദാറ്റ് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് ചേഞ്ച് ആക്കും. ബട്ട് എവറിവെയർ യു ഗോ യു ഹാവ് എ വിഷൻ. യു ഗോ ടു എ പ്ലേസ്, നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ വിൽ ഫീൽ ദാറ്റ് വി ക്യാൻ ബ്രിങ് ദിസ് ചേഞ്ച് ഓർ ദാറ്റ് ചേഞ്ച്. ദാറ്റ് വിൽ ഡിപ്പെൻഡ് വേർ ഐ ഗോ ആൻഡ് വാട്ട് ഐ സീ. ഓക്കെ ചേച്ചി. പിന്നെ ഗോകുലേട്ടാ, എന്താണ് നമ്മുടെ സൊസൈറ്റിയെ പറ്റിയുള്ള അഭിപ്രായം? ലൈക്ക് ആർ വി റിയലി സോഷ്യലി എംപവേർഡ് കൺസിഡറിംഗ് ദി വിമൻ സേഫ്റ്റി ഇഷ്യൂസ്, എൻവയൺമെന്റൽ ഇഷ്യൂസ്, യൂത്ത് അൺഎംപ്ലോയ്മെന്റ്, അവർ സീനിയർ സിറ്റിസൺസ്, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ട്രൈബൽസ്, അവരുടെ എഡ്യൂക്കേഷൻ? ദിവസറേ ഇത് കമന്റ് ഇച്ചിരി ഇതാകുമല്ലോ. നമുക്ക് കോൺട്രവേഴ്സി പാട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്കതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മള് എന്താ പറയാ 1947 നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴത്തേക്കും ഒരു ഒരു തേർഡ് വേൾഡ് നേഷനായിരുന്നു. എക്കണോമിക് പവർ ജസ്റ്റ് ഒരു പോവർട്ടി ഇപ്പോഴത്തെ ഒരു നമീബിയയോ സൊമാലിയോ പോലെ അതിന്റെയൊക്കെ ഒരു 2 വേർഷൻ അത്രേ ഉള്ളൂ. അതേസമയം നമ്മുടെ ഇപ്പോഴെന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ആർമിയാണ്, 5th ബെസ്റ്റ് നേവിയോ, 4th ബെസ്റ്റ് എയർഫോഴ്സ് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്പേസ് സെക്ടർ ഉണ്ട്, വൺ ഓഫ് ദ ലീഡിങ് ഡിഫൻസ് റിസർച്ച് സെക്ടർ ഉണ്ട്. പിന്നെ എക്കണോമിക്കലി ആണെങ്കിൽ 4th ലാർജസ്റ്റ് പർച്ചേസിംഗ്. എന്താ പറയാ പ്രൈവറ്റ് സെക്ഷൻസിന് അങ്ങനെയുള്ള ഇഷ്യൂസ് തുടരുന്നുണ്ട്.
വി ആർ അഡ്രസ്സിങ് ഇറ്റ്. അത്രേ എനിക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദീപു ചേട്ടൻ പ്രിപ്പറേഷന്റെ കൂടെ മറ്റ് ആസ്പിരൻസിന് ക്ലാസ്സസ് എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും 8th ഗ്രേഡ് തൊട്ട് തന്നെ സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോ ചേട്ടന്റെ അഭിപ്രായത്തിൽ എപ്പോ മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്? ചേട്ടാ മൈക്ക് മ്യൂട്ടാണ്. കേൾക്കുന്നില്ലേ? ഓക്കെ. കോളേജ് പാസ്സായ ശേഷം അല്ലെങ്കിൽ കോളേജിന്റെ ഫൈനൽ ഇയർ ആക്ച്വലി ഒരു നല്ല ടൈമാണ് സിവിൽ സർവീസിന്റെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്കൂൾ ടൈമിൽ തന്നെ സിവിൽ സർവീസ് ഒന്നും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പോലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സാമൂഹിക അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പലപ്പോഴും കുട്ടികൾ, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ പുസ്തകങ്ങളിൽ എന്തുണ്ട് എന്നുള്ളത്, ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ പുറത്തെന്ത് നടക്കുന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകളും പ്രെജുഡീസസും ബയാസസും ഒക്കെ ഇങ്ങനെ വളർന്നു വരും. അപ്പം നമ്മൾ വലുതാവും തോറും ഈ മനസ്സിലുള്ള ബയാസസും വളർന്നു വരും. അപ്പം സിവിൽ സർവീസ് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാമൂഹിക ജീവിയായിട്ട് നിൽക്കണമെങ്കിൽ, ബാക്കിയുള്ള മനുഷ്യരെ നമ്മുടെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മനുഷ്യന്മാരായിട്ട് വരണമെങ്കിൽ ആക്ച്വലി സിവിൽ സർവീസിന് ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ഒരു സിവിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഏർലിയർ ലൈഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടിക്കാലത്ത് തന്നെ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോകണമെന്നല്ല, പക്ഷേ കറണ്ട് അഫയേഴ്സ്, പബ്ലിക് സ്പീക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, ഒരു ജനറൽ ആയിട്ടുള്ള റീഡിങ്, ഡിബേറ്റ്സുകൾ, ഇതൊക്കെ നമ്മുടെ ഒപ്പീനിയൻസ് വളർത്തിയെടുക്കാനും നമ്മുടെ മനസ്സ് ഭയങ്കര വലുതാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നോക്കണ്ട. ഓക്കെ, ഏറ്റവും ബ്രോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ ആ ഒരു രീതിയിൽ നമ്മുടെ കുട്ടികളെ മനസ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സിവിൽ സർവീസ് ആണോ എന്ത് സാധനം എന്നുള്ളത് നമുക്ക് ലേറ്ററായിട്ട് വന്നോളൂ. പക്ഷേ ഫോർ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, the best time to start I think is in the final year and right after you pass your course. പക്ഷെ അങ്ങനെ റൈറ്റ് ടൈം ഒന്നും ഇല്ല കേട്ടോ, ഇതൊരു ഐഡിയൽ ടൈം എന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കോളേജിൽ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഉത്തര എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ലാസ്റ്റ് അറ്റമാണ്. ഷി വാസ് 31 years old. സോ പുള്ളിക്കാരി അമേരിക്കയിലായിരുന്നു, മാരീഡ് ആണ്, അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. സോ ഷി കെയിം ടു ഐലൻഡ്. എന്നിട്ട് പുള്ളിക്കാരി അവിടെ ഒരു ഫസ്റ്റ് പുള്ളിക്കാരി ചുമ്മാ കുറേ അറ്റംപ്റ്റ് കൊടുത്തിരുന്നു. ബട്ട് ഷി ഡിസൈഡ് ടു ഗിവ് വൺ ഫൈനൽ അറ്റംപ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ലിറ്ററലി ഹെർ ലാസ്റ്റ് അറ്റംപ്റ്റ്. സോ പുള്ളിക്കാരി ഇവിടെ വന്നു, ഒക്ടോബറിൽ വന്നു. ഒക്ടോബർ ടു ജൂൺ പ്രിലിംസ് പഠിച്ചു, പ്രിലിംസ് ക്ലിയറായി. ജൂൺ ടു നെക്സ്റ്റ് ഒക്ടോബർ മെയിൻസ് പഠിച്ചു, മെയിൻസ് ക്ലിയറായി. അതിനുശേഷം അമേരിക്കയിൽ പോയി. പിന്നെ പുള്ളിക്കാരി തിരിച്ചു വന്നു, ഇൻ്റർവ്യൂ പഠിച്ചു. സോ ലെസ് ദാൻ 18 months പുള്ളിക്കാരി സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പം ഷി വാസ് ആക്ച്വലി 31 years old. അപ്പോൾ ഇതിനൊരു റൈറ്റ് ഏജ് എന്ന് പറയുന്ന സാധനമില്ല. ഓക്കെ, നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു പാഷനോ അല്ലെങ്കിൽ ഇതൊരു സാധനം ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ യു കൻ ഓൾവേസ് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, താങ്ക് യു. പക്ഷേ ചേട്ടാ, ഇപ്പം ഈ കോച്ചിങ് സെന്റർ ആയിട്ട് മലയാളികൾ പലപ്പോഴും പറയുന്നത് കേരളത്തിൽ നല്ലതായിട്ടൊന്നും ഇല്ല എന്നാണ്. ലൈക്ക് ഡൽഹിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡെസ്പൈറ്റ് ഹാവിംഗ് സെവറൽ ഗുഡ് സെന്റേഴ്സ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് പിന്നെ ഫറൂഖ് കോളേജ് ആൻഡ് ഓൾ. അപ്പൊ ഈ ഗേറ്റിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോകുന്ന പോലെ UPSCക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഡൽഹി ഒരു സെൻ്റർ ആയിരുന്നു. ഇപ്പം ട്രിവാൻഡ്രം ഒരു ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു 3-4 വർഷം ഹാർഡ്ലി ആവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഡൽഹി റാവു സയ്യസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 1956 എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു അന്നത്തെ പേരിൻ്റെ പുറത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോഴും റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷേ ട്രിവാൻഡ്രം ഇറ്റ്സ് വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗൈഡൻസ് ഫോർ സിവിൽ സർവീസ്. അപ്പം ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ സിവിൽ സർവീസ് എന്നൊരു ഫീൽഡിലെ ആൾക്കാർക്ക് നമ്മളെ മലയാളികൾക്ക് താല്പര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രം ഒരു ബെറ്റർ ഹബ്ബായി ഡെവലപ്പ് ചെയ്യുന്നൊരു സംശയമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഒരു Q&A സെഷൻ കൂടി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേഘ്നയ്ക്ക് ചോദിക്കാവേ. മേഘ്ന ബി നായർ.
മേഘന ഉണ്ടോ ഇവിടെ? മേഘന. ഓക്കെ, അന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്ലമിന് ചോദിക്കാം. ഒരു മിനിറ്റ് അരുന്നത്, ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. മേഘന ചോദിച്ച ക്വസ്റ്റ്യൻ ആക്ച്വലി ഭയങ്കര റെലവൻ്റ് ആണ്. എന്ന് വെച്ചാൽ സെൻട്രൽ സർവീസിൽ ഇപ്പം എഞ്ചിനീയറിംഗ് പാസ്സായ ആൾക്കാർക്ക് സെൻട്രൽ സർവീസ് ഗവൺമെന്റ് ജോബ് കിട്ടാൻ വേണ്ടി എന്ത് എക്സാം എഴുതാനാണ് പുള്ളിക്കാർ ചോദിച്ചത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എനിക്കത് പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞിട്ട് CGL എന്ന് പറഞ്ഞ എല്ലാ വർഷവും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തൗസൻഡ്സ് ഓഫ് വേക്കൻസീസ് ഉണ്ട്. ഗ്രൂപ്പ് ബിയിലും ഗ്രൂപ്പ് എയിലും, ഗ്രൂപ്പ് എ കുറവാണ്, ഗ്രൂപ്പ് ബിയിലും ഗ്രൂപ്പ് സിയിലും ഉള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി SSC CGL എന്ന് പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡെഫിനറ്റ്ലി ഒരു ട്രൈ കൊടുക്കുക. ഓക്കെ, നിങ്ങളിപ്പം പാസ്സായി വരുന്നവരാണ്. ഇപ്പം മാത്തമാറ്റിക്കൽ സ്കിൽസൊക്കെ വലിയ മോശമില്ലാത്ത രീതിയിലുണ്ട്. ഇംഗ്ലീഷ് സ്കിൽസ് ഉണ്ട്. കുറച്ചൊരു ജനറൽ നോളജ് വെച്ച് അതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ SSC CGL ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിളിക്കും. അപ്പോൾ എനിക്ക് കോളേജ് പാസ്സായപ്പോൾ അറിയില്ല, ഞാൻ 2 വർഷം മുന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവർ ATC എന്ന് പറഞ്ഞ എക്സാം വിളിക്കും. എയർപോർട്ട് ഓപ്പറേഷൻ മാനേജർ ഉണ്ട്. നിങ്ങൾ ഇപ്പം പാസ്സായി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി കയറാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഗേറ്റിനൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി ഇറ്റ്സ് വെരി ഈസി ടു ക്ലിയർ. ഒരുപാട് വേക്കൻസിയും ഭയങ്കര ഹൈ സാലറിയും സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ജോബ്സാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. SSC CGL എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. എല്ലാവരും താല്പര്യമുള്ളവർ ഒരു അറ്റംപ്റ്റ് കൊടുത്തു തന്നെ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അസ്ലമിന് ചോദിക്കാവേ. ഹലോ, എൻ്റെ ചോദ്യം നമ്മളിപ്പോൾ ഓപ്ഷണൽ മലയാളം എടുക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മലയാളം എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ അതാരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാർ മലയാളത്തിൽ ക്ലിയർ ആവും, ഒരു കുഴപ്പമില്ല. മലയാളം ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. മലയാളം ബേസിക്കായിട്ട് എഴുത്തിനകത്ത് വെച്ചാൽ സാധാരണ നമ്മൾ അക്ഷരം എഴുതുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളൊരാൾക്ക് മലയാളം ഓപ്ഷൻ ഡെഫിനറ്റ്ലി എടുക്കാം. ഇപ്പം സബ്ജക്ട്സ് ആ ഒരു സിലബസ് ഒന്ന് വായിച്ചു നോക്കുക, ബുക്കുകളൊക്കെ അത്യാവശ്യം വായിച്ചു നോക്കുക. കുറച്ച് പാർട്ട് നമ്മൾ മലയാളത്തിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണ്, ആദ്യ ഭാഷ കാര്യങ്ങളാണ്. ബാക്കി സെക്കൻഡ് പാർട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മലയാളം എഴുത്തും വായനയും വലിയ ഫണ്ടമെന്റലായ ഇഷ്യൂസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. നമുക്ക് മലയാളം അറിയാമെങ്കിൽ കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. മലയാളം അറിയാമെന്നുള്ളത് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ പ്രിക്വസ്റ്റാണ്. നമ്മൾ ഇതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ ഒരു പ്രത്യേക റൈറ്റിംഗ്സ്, ഇപ്പം ഉദ്ദേശിച്ചത് പ്രത്യേക റൈറ്റിംഗ് സ്കിൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഭയങ്കര കാവ്യഭാഷയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്യാവശ്യം എഴുതാനും വായിക്കാനും മലയാളം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഗോകുലേട്ടന്റെ ഓപ്ഷണലും മലയാളം തന്നെ ആയിരുന്നില്ലേ? അപ്പൊ ചേട്ടന്റെ എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഇതിനെപ്പറ്റി? മലയാളം എന്ന് പറയുന്നത് ഇപ്പൊ തിരുസാറ് പറഞ്ഞല്ലോ, അങ്ങനെ ഇങ്ങനെ പോയറ്റിക് ആയിട്ട് എഴുതണോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോ എഴുതിയവരിൽ പലരും ഇപ്പൊ ദേവി 94-95 ആണ്. ദേവി SSLC 10th CBSE വരെ ദേവി മലയാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BA മലയാളം പോലും അല്ലെങ്കിൽ +2 വരെ മലയാളം പഠിക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങൾക്ക് അതിനോടൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലാതെ ജസ്റ്റ് മഗ്ഗപ്പ് ചെയ്ത് എഴുതാൻ പോയാൽ വരുന്നതും നമ്മൾ ആ ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിച്ച് എഴുതുന്നതുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഗ്രേ ഹെഡ്സ് ആയിരിക്കും നോക്കുന്നത്. പിന്നെ നല്ല കേരളത്തിൽ നിന്നുള്ള തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. ആ കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിമം എഫേർട്ടും ഒരു ബേസിക് നോളജും ഉണ്ടെങ്കിൽ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മലയാളം. ശരിക്കും ഇപ്പൊ സോഷ്യോളജി കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ ഒരു പ്രാവശ്യം സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ പേര് മലയാളത്തിൽ നിന്നാണ്. ഐ തിങ്ക് 11 പേരോളം ഉണ്ട് മലയാളത്തിൽ ഈ പ്രാവശ്യത്തെ ലിസ്റ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അശ്വിന് ചോദിക്കാവേ. അശ്വിൻ ശ്യാം. അശ്വിൻ എവിടെയുണ്ടോ? അശ്വിൻ
ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ എന്നാ വായിക്കാം. അവൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ജനറൽ അവയർനെസ് ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് സിലബസ്, നമുക്ക് കുറെ നമ്മുടെ ഇന്റലക്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതായി മോക്ക് ഇന്റർവ്യൂസിൽ യൂട്യൂബിൽ കാണാം. ഇതൊരു മിത്താണോ അതോ ഒറിജിനൽ ഇന്റർവ്യൂവിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തായിരുന്നോ? ഇൻ കേസ് ചെയ്തിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഗോകുലേട്ടനോടാണ് ക്വസ്റ്റ്യൻ. അത് എന്താ പാർട്ട്ലി അത് മിത്താണ്, പാർട്ട്ലി അതിനകത്തൊരു ശരിയുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, അറൌണ്ട് 12 ആ ഒരു ടൈമിലായിരുന്നു. അപ്പൊ അവര് നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫ് നമ്മുടെ വാച്ച് അടിച്ചു വാങ്ങി വെക്കും അവര്, സെക്യൂരിറ്റി സ്റ്റാഫ്. നമുക്കപ്പോൾ അത് ആ ടൈമിൽ കയറുന്നവർക്ക് അത് ഗുഡ് ആഫ്റ്റർനൂൺ ആണോ ഗുഡ് മോർണിംഗ് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതൊരു അവരുടെ ഒരു ടെക്നിക്കാണെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറൊരു ബോർഡിൽ, ബോൺസ്നയുടെ ബോർഡിൽ പോയവരോട് അവര് മനഃപൂർവ്വം ആ കാൻഡിഡേറ്റിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് പുള്ളി അകത്ത് കയറി ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഫാസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം ചെയർമാൻ പറഞ്ഞ് ക്ലോക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു ഈസ് ഇറ്റ് ഗുഡ് മോർണിംഗ് ഓർ നോട്ട് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ ഒരു എന്താ പറയാ കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഞാനപ്പോ തൊട്ടടുത്തോളം തന്നെ പ്യൂൺ ഉണ്ടായിരുന്നു. പ്യൂണിനോട് ടൈം ചോദിച്ചതാണ് കയറിയത്. ചെന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പം തന്നെ ചെയർമാൻ മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ഓക്കെ അതിനൊരു അപ്രീസിയേഷൻ തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് പറയുകയും ചെയ്തു. അവരുടെ ആ മനസ്സിൽ തോന്നുന്നതാണ്, ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാം. പിന്നെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്താ ക്യാപ്റ്റീവ് എലഫൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ റോഡില് കേരളത്തിൽ ഒരുപാട് ക്യാപ്റ്റീവ് എലഫൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അവർ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ റോഡില് ക്യാപ്റ്റീവ് എലഫൻസിനെ റോഡില് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്നുണ്ട്, ഇത് റോഡ് മൊത്തം ക്യാപ്റ്റീവ് എലഫൻസ് ആണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള ചിലതൊക്കെ മിത്തുകളാണ്, ചിലത് അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് ഇതിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീണ ചേച്ചിക്ക് വീണ ചേച്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? I think I went for 2 interviews. First interview was very relatively easy. There were simpler questions. Second interview was I had Air Marshal Bhosley's board. So initially everything was nice. They just want to test whether you have like your ideas and ethics and morality are constant, and on the spot they will ask many questions. Like for me, my second last question was he gave me like 10 to 12 fields, and he said that in each of these fields you name a woman candidate, a woman who's good in these fields, and you have to send this as a delegation to UN. And he told me to write it on a paper. So this is something that you are not usually preparing, but then they will ask you such questions. They want to check your presence of mind, and they want to see that as a aspirant, that are you aware of what is happening around you, right? Like you are not just simply mugging up things and going. Like namakku chuttuvattathu nadakkunna karyam, like when they ask you simple questions like what are the problems in your district, that they are testing you, like how aware you are. Are you concerned in a place where you have stayed by yourself? Every question they are asking is in a way to gauge your personality. It shows what concerns you. If you are a person who is self-centered, then every time they'll ask a question, you will always think that enikkendu avada sambhavichu, self-centered thing. But as a civil servant, you should always be aware of your surrounding and things. These are the things they are testing on your personality also. So I think they can ask you anything. പക്ഷെ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന കൂട്ടുള്ള അത്രയും വലിയ things ഒന്നും usually they don't ask. But they can ask you anything randomly. I have heard like civil engineering students. This time I had a post-COVID-19 interview. So my interview was on 29 July. So we were all sitting in a different building. So they will just ask you like ee building um aa building um tamilulla difference undu as a civil engineering student. Are like just checking like what is, you have come here, you have done civil engineering. As a civil engineer, you will be aware of, you will look at what type of building it is, right? So they are just testing different characteristics, different dimensions that you have mentioned for yourself in your DAF and all. Okay, thank you. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹയ്ക്ക് ചോദിക്കാവേ. സ്നേഹ സജീന്ദ്രൻ.
ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിലിംസ് എക്സാം ആണ് ഒരുപാട് പേർക്കും കടന്നു കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. കാരണം ആൻസറിലുള്ള ചോയ്സ് മിക്കവാറും ഏകദേശം സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. മോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കണ്ടെത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ആ ടൈമും വളരെ കുറവാണല്ലോ. എങ്ങനെയാണ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ? അത് നമ്മൾ പ്രിപ്പയറിംഗ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് പഴയ വർഷങ്ങളിലെ UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി അവരൊരു ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് രീതിയിലായിരിക്കും UPSC ക്വസ്റ്റ്യൻസ് ഇടുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ വർഷം പോലും എനിക്ക് 100% ഉറപ്പായിട്ട് കുത്താൻ പറ്റിയ ഒരു 40 ക്വസ്റ്റ്യൻ 42 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 70-80 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. സോ യു വിൽ ഹാവ് ടു ഒരു 40 ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു 40 അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻ യു വിൽ ഹാവ് ടു എലിമിനേറ്റ് ദ തിങ്സ് ദാറ്റ് യു ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഈ എലിമിനേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ലോജിക്കൽ ഇന്റർ കണക്ഷൻ കൊണ്ടുവരേണ്ടത്. പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതേപോലെ നമുക്ക് കിട്ടില്ല. ഓക്കെ, പക്ഷെ പല കാര്യങ്ങളും ഒരേപോലെ ഒരേ സമയത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2016-ലോ 2017-ലോ ചോദിച്ചൊരു ചോദ്യമാണ്, ഏത് റെഡ് സാൻഡേഴ്സ് രക്തചന്ദനം മരം കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ്? ഓക്കെ, രക്തചന്ദനം മരം കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ്? 4 ഓപ്ഷൻസ് വരും. എവർഗ്രീൻ, ഡിസീഡിയസ്, 4 ഓപ്ഷൻസ് വരും. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ ഒരു ഫ്രണ്ട് ചിന്തിച്ച രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം റെഡ് സാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്രത്തിൽ സ്ഥിരം കാണുന്നത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്? ഓക്കെ, ചന്ദനമരം. ഓക്കെ, അപ്പോൾ അത് കാണുന്നത് പലപ്പോഴും ഈ റെഡ് സാൻഡേഴ്സ് നമ്മൾ ഈ സ്മഗ്ലേഴ്സ് ഉണ്ടല്ലോ, വീരപ്പൻ്റെ ഒക്കെ ടൈം തൊട്ടുള്ള സ്മഗ്ലേഴ്സ് ഈ സാധനം വെട്ടിമുറിച്ച് കടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണക്ഷൻ കിട്ടി? റെഡ് സാൻഡേഴ്സ് ഈ പറഞ്ഞൊരു ന്യൂസുമായിട്ടുള്ള കണക്ഷൻ കിട്ടി. അപ്പോൾ ഈ വീരപ്പൻ എന്ന് പറഞ്ഞ ചങ്ങായി ഏത് സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം തമിഴ്നാട് കർണാടക ആ ഒരു ബോർഡറിലാണ് പുള്ളി ജീവിച്ചിരുന്നത്. അപ്പോൾ തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള മരം ഫോറസ്റ്റിൻ ടൈപ്പ് ഏത് ടൈപ്പാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രക്തചന്ദനവും ഈ പറയുന്ന ഫോറസ്റ്റ് നമ്മുടെ ലിങ്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പഠിച്ച പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ വേറെ 2016-ൽ ചോദിച്ച ചോദ്യമാണ്, ശാസ്ത്രജ്ഞർക്ക് ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഏത്തപ്പഴം കൊലയ്ക്കുന്ന വാഴ കണ്ടെത്തി. ഓക്കെ, താഴെ പറഞ്ഞ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 1 വെസ്റ്റേൺ ഗാർഡ്സ് ആയിരുന്നു, 2 അരുണാചൽ പ്രദേശ് ആയിരുന്നു, 3 ആൻഡമാൻ നിക്കോബർ ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ പല സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോഴും പല രീതിയിലാണ് ചിന്തിച്ചെഴുതിയത്. ചിലർ ചിന്തിച്ചു, സാറേ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദാൺ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് പ്ലാന്റേഷൻ ക്രോപ്സ് വരിക. ഒന്നെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബർ ആയിരിക്കും. വെസ്റ്റേൺ ഗാർഡ്സിൽ ഇത്ര മേലെ വാഴ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ പണ്ടേ പറിച്ചു തിന്നതിന്. അപ്പം വെസ്റ്റേൺ ഗാർഡ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴല്ല, റീസെൻ്റ്ലി ഡിസ്കവർഡ് ആയിരിക്കില്ല, പണ്ടേ ഡിസ്കവർഡ് ആയിരിക്കും. അപ്പം ആൻഡമാൻ നിക്കോബർ ആവാനാണ് ചാൻസ് കൂടുതൽ. വേറെ കുറേ ആൾക്കാർ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൈജാൻറ്റിസം. ഓക്കെ, നമ്മൾ ലില്ലിപുട്ട് അത്ഭുതദ്വീപ് സിനിമയിലെ കാണില്ലേ? അപ്പം ഭയങ്കര വലിയ സാധനങ്ങളും ഭയങ്കര ചെറിയ സാധനങ്ങളും കാണുന്നത് എപ്പോഴും ഐലൻഡ്സിലായിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്നത് പോലെ ഈ വലിയൊരു ഏത്തക്ക കണ്ടെത്തിയെങ്കിൽ അത് ഈ പറയുന്ന ഒരു ഐലൻഡിലായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതിന് ശാസ്ത്രീയ വശം നോക്കിക്കഴിഞ്ഞാൽ ജെനറ്റിക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജെനറ്റിക് അബ്നോർമാലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം പല രീതിയിൽ ചിന്തിച്ച് നമുക്ക് ഈ പറയുന്ന ഇന്റർ കണക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു പ്രാക്ടീസ് ഡെവലപ്പ് എടുക്കുന്നതാണ് ബേസിക്കലി മിംസിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്നതിൽ കൂടുതൽ ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു ചിന്താരീതി, പാരലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ഇന്റർ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ സൈലേഷിന് ചോദിക്കാവുന്നതാണ്. ഹലോ സർ, ഇത് നമുക്കിപ്പോ ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ ഇത് എക്സസീവ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെയാണെന്ന് കൺഫൈൻ ചെയ്ത് നമുക്കിതിൽ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ വരുന്നതിൽ നിന്ന്? എനിക്കിപ്പോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് വായിച്ചു പോവാമല്ലോ നമുക്ക്, അല്ലാതെ തന്നെ കുറച്ച് മാത്രം നമുക്ക് ഇത്ര വേണ്ടു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും?
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സ്പെഷ്യലി നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മേക്ക് യൂസ് ചെയ്യാം. ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ടൈപ്പിൽ UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു GSTയെ പറ്റിയൊരു ഇഷ്യൂ വായിക്കണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നമ്മൾ വായിക്കണം. ഇപ്പം പൊളിറ്റിക്കൽ ക്രൈസിസ് വായിക്കുമ്പം അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിൽ ചിലപ്പോൾ UPSC ചോദിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിളിൽ UPSC ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും കയ്യിൽ വെച്ചിട്ട് പത്രം വായിക്കുക. അപ്പം അതിൻ്റെ ബേസിസിൽ നമുക്ക് ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുമ്പോഴേക്കും എന്ത് ചോദിക്കും എന്ത് ചോദിക്കില്ല എന്ന് പയ്യെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഒരു എളുപ്പമുള്ള പ്രോസസ്സല്ല, കുറേ സമയം എടുക്കും പത്രം വായിച്ച് ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും വേർതിരിച്ചെടുക്കാനായിട്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസ് യൂസ് ചെയ്യും. ഓക്കെ സാർ, അപ്പൊ നമ്മൾ ഇന്റർനെറ്റിൽ ഇപ്പൊ കുറെ ഇപ്പൊ ഒരെണ്ണത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ അതും ഇങ്ങനെ തന്നെയാണോ നമ്മൾ സോർട്ട് ചെയ്യുക? ഇപ്പൊ മെയിൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് എത്രത്തോളം ഡെപ്തി പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, അതൊരു പ്രാക്ടീസാണ്. നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് കാര്യം അത് ചെയ്തു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു ഈസി വേ ഔട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ ഒരു ന്യൂസ് എടുത്ത് അവർ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് അനലൈസ് ചെയ്യും. അപ്പം സ്ഥിരം ഡെയിലി ഒരു സാധനം നിങ്ങൾ ഒരു വീഡിയോ പ്രോപ്പർലി ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ സഹായം ഇല്ലാതെ തന്നെ സ്വന്തം ചിന്തിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഈ ക്വസ്റ്റിനെ പറ്റി വീണ ചേച്ചിയുടെയും ഗോകുലേട്ടന്റെ ഒക്കെ അഭിപ്രായം എന്താണ്? ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആണോ? അതെ. ഐ തിങ്ക് പണ്ട് കാലത്തൊക്കെ മെറ്റീരിയൽ കിട്ടാൻ പാടായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ട്. സോ ജസ്റ്റ് ടേക്ക് എനി വൺ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കൂ, അതിനകത്തുള്ള മെറ്റീരിയൽ പഠിക്കൂ. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് സിലബസിലുള്ള ബേസിക്കലി എല്ലാം കവർ ആവും. പിന്നെ സിലബസ് ഓൾവേസ് കീപ് യുവർ സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഓൾവേസ് ചെക്ക് നിങ്ങൾ പഠിക്കുന്ന സാധനം അതിനകത്ത് വേണ്ടതാണോ. പിന്നെ ഒരു ടോപ്പിക്കിന് ഒരു മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും മതി. അതിനകത്ത് ഇനി ഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. എവറി ടോപ്പിക് റിക്വയർസ് ഇൻ മെയിൻസ് topic requires only 5 to 6 points basically. അതത്ര അറിയാമെങ്കിൽ പിന്നെ കുറച്ച് എക്സാമ്പിൾസ്, ഡേറ്റ, കേസ് സ്റ്റഡി, ഇത്രയൊക്കെ മതി. പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നടന്ന it will take you a lot of time to crack. That's what I think. ഗോകുലേട്ടനോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളുടെ ബിടെക് എഡ്യൂക്കേഷന്റെ ആ സ്കില്ല് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഇതാ. നമുക്ക് ഇത്രയും വാസ്റ്റ് സിലബസ് ഉണ്ട്, നമുക്ക് മിനിമം ടൈമേ ഉള്ളൂ. അപ്പൊ എലിമിനേറ്റ് ചെയ്യുക, ആവശ്യത്തിന് മാത്രം പഠിച്ചുകൊണ്ട് പോവാ. ഞാൻ ബേസിക്കലി നല്ലൊരു മടിയനാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് അത്യാവശ്യത്തിന് ഒരു ക്വസ്റ്റ്യന് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഉള്ള ഡാറ്റ മാത്രം ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചിട്ട് പോകും. ഉള്ളിലുള്ളത് അത് കറണ്ട് ഇവന്റ്സ് നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് രണ്ടും കൊണ്ട് നമ്മൾ ഒരു എബോവ് ആവറേജ് ആൻസർ, ഇപ്പൊ വീണ പറഞ്ഞ പോലെ കേസ് സ്റ്റഡിയും ഫിഗേഴ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ്, ഡയഗ്രാംസ് ഒക്കെ വെച്ച് പൈ ചാർട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻസ് കൂടെ ആകുമ്പോൾ അതൊരു എബോവ് ആവറേജ് ആൻസർ ആയി പോയിക്കോട്ടെ. കൂടുതൽ എഫർട്ട് എടുത്താൽ അത് ഒരു കാലത്തും തീരാതെ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഫ്സൽ ഷാജിക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് 3 പേരോടുമാണ്. അപ്പം ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് എല്ലാവരും യൂസ് ചെയ്ത്? I have barely used social media. ടെലിഗ്രാമിനകത്ത് കുറെ മെറ്റീരിയൽസ് ഒക്കെ വരാറുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് then I don't know, I guess Facebook ഒക്കെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. So in that they share materials and all, and yeah, that's what you can do with social media. ഗോകുലേട്ടനും ദീപു സാറും സോഷ്യൽ മീഡിയയിൽ വലുതായി ആക്റ്റീവ് അല്ല എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. അത് ഇത് സ്റ്റഡീസിൽ നിന്നും ഡൈവേർട്ട് ആയി പോകുന്നുള്ളതാണോ, അതോ എന്താണ് ഓവർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? സാറേ,
കാണണമെന്നില്ല. ഞാൻ പൊതുവെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പം ആവശ്യത്തിന് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർ ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പം അതിന് കൂടുതൽ ഇന്ററാക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് തോന്നിയിട്ടില്ല. അല്ലേ തന്നെ ഫുൾ ടൈം ബിസിയാണ്. ഓക്കെ, സോഷ്യൽ മീഡിയയുടെ എതിർപ്പൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ ആവശ്യമുള്ള രീതിയിൽ മാത്രമേ നിൽക്കാറുള്ളൂ. ടെലഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ഉണ്ട്. ചാനൽസ് ഉണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാവും, ഇപ്പം ചെയ്യുന്നില്ല. എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാത്രമേ പൊതുവെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നമ്മളിപ്പോ ഏതൊരു ന്യൂസ് ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മിനിറ്റ് കൊണ്ടാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഇൻഫോർമേഷൻ എല്ലാം റെലവെന്റ് ആയിട്ട് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് എടുക്കാൻ കഴിയുമോ? പാടാണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പം ബേസിക്കലി ഒരു ആൻസർ പേപ്പറിനകത്ത് നമുക്ക് 200 വേർഡ്സ് അല്ലെങ്കിൽ 250 വേർഡ്സാണ് എഴുതാൻ പറ്റുന്നത്. അതിനുള്ള ഇൻഫർമേഷൻ മാത്രം മതി നമുക്ക്. അപ്പം അതിൽ കൂടുതൽ കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പം ഇൻഫർമേഷൻ ഓവർഫ്ലോ മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ റിലേ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള 1-2 സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഒക്കെ കോളംസ് എഴുതുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാം. അപ്പോൾ അവർ ഈ പറയുന്ന രീതിയിൽ അവരുടെ ആർട്ടിക്കിൾസ് എഴുതുന്ന അപ്ഡേറ്റഡ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ പേജസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അവർ ഇൻഫോഗ്രാഫിക്സ് വരെ പോസ്റ്റ് ചെയ്യും. നമുക്ക് ഡേറ്റ എടുക്കാൻ എളുപ്പമാണ് ഇൻഫോഗ്രാഫിക്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പിക്ക് ചെയ്യാം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻസ് വീണ പറഞ്ഞ പോലെ ടെലഗ്രാം ഗ്രൂപ്പ്സാണ്. ടെലഗ്രാം ഗ്രൂപ്പ്സും ടെലഗ്രാം ചാനൽസും ആണ്. കാരണം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ടെലഗ്രാമിലുണ്ട്. ജസ്റ്റ് ടെലഗ്രാമിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഗ്ലോബൽ സെർച്ച് യൂസ് ചെയ്താൽ മതി. UPSC IAS അടിക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനൽസ് എല്ലാം വരും. അപ്പോൾ അതിൽ തന്നെ ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. പൈസ കൊടുത്ത് നിങ്ങൾ മെറ്റീരിയൽ മേടിക്കേണ്ട ആവശ്യമില്ല, ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. ജുഡീഷ്യസ് ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രണവിന് ചോദിക്കാവുന്നത്. പ്രണവ് ഗോപി. ഹലോ, പ്രണവ് ഉണ്ടോ ഇവിടെ? ഓക്കെ, എങ്കിൽ ഞാൻ അവന്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ഫൈനൽ ഇയർ വിദ്യാർത്ഥിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സമയം UPSCക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം? ലൈക്ക് ഏത് ബുക്ക് വായിക്കണം, എങ്ങനെ വായിക്കണം, ലൈക്ക് ഓൾ ദോസ് ബേസിക് ഡൗട്ട്സ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള NCERT ബുക്സ് പത്രവായനയും വെച്ച് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം. പത്രവായന ശീലമില്ലാത്ത ആളാണെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് ഈ സമയം സ്റ്റാർട്ട് ചെയ്യാം. കാരണം നാളെ കോച്ചിങ്ങിന് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഒരു ഡെയിലി 4 മണിക്കൂർ എടുക്കുന്ന സമയമായിരിക്കും ന്യൂസ് പേപ്പർ വായന, എസ്പെഷ്യലി ഹിന്ദു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അപ്പം ഈ സമയം യൂസ് ചെയ്ത് ആ സമയം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം പത്രം വായിക്കാൻ എടുക്കുന്ന സമയം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സമയം യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബുക്ക് വായിക്കുക. ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ് മുതലുള്ള NCERTs ഉണ്ട്. എല്ലാത്തിൻ്റെ 6ാം ക്ലാസ് മുതൽ NCERT വായിക്കണമെന്നില്ല. 6ാം ക്ലാസ് മുതൽ നമുക്ക് ഹിസ്റ്ററിയുടെ പല മെറ്റീരിയൽസ് NCERT ഉണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ച് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. ഒരു കോച്ചിങ്ങിൻ്റെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുക്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഞാനൊരു ബുക്കിൻ്റെ ലിസ്റ്റ് എഴുതിയിട്ട് യദുവിൻ്റെ കൊടുത്തേക്കാം. ഓക്കെ, എനിക്ക് ഷെയർ ചെയ്യാൻ ഇത് പറ്റുമെങ്കിൽ. ഓക്കെ, ബേസിക്കായിട്ട് NCERT ബുക്സ് നിങ്ങൾക്ക് ഈ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന NCERT ബുക്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ യദുവിന് മെസ്സേജ് അയച്ചേക്കാം. പറ്റുകയാണെങ്കിൽ ഇത് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാം. അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോ ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ് നമുക്ക് Q&A സെഷൻ ക്ലോസ് ചെയ്യണം. ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഐ ഹോപ്പ് ഇതൊക്കെ ഇതിന്റെ ഇടയിൽ കവറപ്പ് ആയി എന്ന്. ഓക്കെ, അപ്പോ ഇനി അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് നിർത്താം. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടാതെ ഇതിന് പുറമെ എന്തെങ്കിലും അഡ്വൈസ്, ടിപ്സ്, ട്രിക്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? നിങ്ങൾ പയറ്റി വിജയിച്ച ചെറിയ വലിയ രഹസ്യങ്ങൾ.
think luck matters. അതും കൂടെ ഓർമ്മ വെക്കണം whoever is preparing. Because so many people are writing and everybody is capable, right? 2 or 3 marks വെച്ച് നിങ്ങളുടെ റാങ്ക് പോവും, സർവീസ് പോവും, ചിലപ്പം ലിസ്റ്റിന്റെ പേര് പോവും. So luck also plays an important factor. പിന്നെ try to cover everything broadly rather than in depth. Except for your optional, അത് ഡെപ്തി കവർ ചെയ്യണം, ബാക്കിയെല്ലാം broad-ആയിട്ട് കവർ ചെയ്യണം. ഓക്കെ, ഡൂസ് പോട്ടെ, what are the don'ts? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഐ ഗെസ് ഓവറായിട്ട് ഒരു ടോപ്പിക്കിന് തന്നെ 10-12 ബുക്ക് വായിക്കരുത്. ലൈക്ക് ഐ ഡിഡ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയപ്പോൾ ഞാൻ ഹിസ്റ്ററിക്ക് കുറെ ബുക്ക് വായിച്ചായിരുന്നു. ഐ റെഡ് സ്പെക്ട്രം, ഐ റെഡ് NCERT. അതൊക്കെ മതിയായിരുന്നു. അതായത് ഞാൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് വായിച്ചു. എന്നിട്ട് ഞാൻ വേൾഡ് ഹിസ്റ്ററിക്ക് നോർമൽ ലോ വായിച്ചു. വേൾഡ് ഹിസ്റ്ററി നാളെപ്പാട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതിന് നോർമൽ ലോ വായിച്ചു, വിഷൻ IASന്റെ PDF വായിച്ചു, റോബിൻ സേനയുടെ ക്ലാസ്സസ് വായിച്ചു 10 മാർക്കിന് വേണ്ടി. സോ do not waste your time on such small topics, like spend so much hours on that and all, and give more time to your optionals. Okay, thank you ചേച്ചി. ഗോകുലേട്ടൻ and ചേട്ടൻ. എന്നോടാണോ? പറഞ്ഞോളൂ, ആര് വേണേലും പറഞ്ഞോളൂ. അപ്പൊ എന്റേത് ഞാൻ ഡോൺസ് പറയാം, അതായിരിക്കും നല്ലത്. ഉറക്കം കളയരുത്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് 3-4 hours ഒക്കെ ഉറങ്ങി ക്ലാസ് ഇരുന്നിട്ട് വന്നിട്ട് ഉറക്കം തോന്നും. ഒരിക്കലും ചെയ്യില്ല. 7 to 8 hours 7 to 8 hours നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. അതൊരു ഇതാണ്. പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതായത് ഇപ്പൊ നാട്ടിലുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ്, ഓണം, ക്രിസ്മസ്, ഇതൊക്കെ അതിനൊക്കെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ ഈ കഴിഞ്ഞ ഇതില് പ്രിപ്പറേഷൻ ടൈമിൽ തിരുവനന്തപുരത്ത് എന്റെ ഒരു മലയാളം മിസ്സിന്റെ അടുക്കെ ചെന്നപ്പോഴത്തേക്കും, ടീച്ചറിന്റെ അടുക്കെ ചെന്നപ്പോഴത്തേക്കും ഒരു സ്റ്റുഡന്റിനെ കണ്ടു. അവൻ ക്രിസ്ത്യൻ ആണ്. അവന് ആ കൊല്ലം ഇതുണ്ട്, ക്രിസ്മസ് ഉണ്ട്. ക്രിസ്മസിന് അവൻ പോകാതെ ഇരുന്നൊക്കെയാണ് ഒക്ടോബർ, ഈ പ്രാവശ്യം ഒക്ടോബറിലാണ് പ്രിലിമിനറി നടക്കുന്നത്. അതിനുള്ളിൽ അവൻ കഴിഞ്ഞ ഡിസംബറിലെ ക്രിസ്മസിന് ഒന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുക, അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിച്ച്. അവസാനം അവിടെ തിരുവനന്തപുരത്ത് നല്ല ഫുഡായ കാരണം അവന് ഫുഡ് പോയിസൺ വന്ന് ആശുപത്രിയിൽ ഒരു 2 വീക്ക് കിടക്കേണ്ടി വന്നു. അവനൊരു സന്തോഷം പോകുമ്പോഴത്തേക്കും വേറൊരു വിഷമം വരും. അപ്പം കുറച്ചൊക്കെ നമ്മളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ ടൈം കണ്ടെത്തണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു പ്രഷർ വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരും ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഒരു ബ്രെയിനിയാക്ക് ആകരുത്, അതാണ് ഏറ്റവും ചുരുക്കം. നൈസ്. പിന്നെ ദീപു ചേട്ടാ? ഗോകുൽ പറഞ്ഞ സാധനം തന്നെയാണ്. ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, എളുപ്പമുള്ള ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമുള്ള കാര്യം മാത്രമേ ചെയ്യാവൂ. അപ്പം ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെപ്പറ്റി ബോധവാന്മാരാവാതെ, അതിനെപ്പറ്റി ബോധവാടാവാതെ ഇരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് എനിക്ക് ആ സാധനം അറിയാം. അപ്പം പുറമേ ഉള്ള ഒരാളുടെ അഭിപ്രായം വെച്ചിട്ട് നമ്മുടെ ചോയ്സസും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹാപ്പി ആവില്ല. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി ലൈഫിൽ സഫർ ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനകത്തൊരു സന്തോഷം കാണുന്നുണ്ടെങ്കിൽ യു ഷുഡ് ആൾവേസ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പം എനിക്ക് ഒറ്റ ഫിലോസഫി മാത്രമേ, ഒരു കാര്യം മാത്രമേ പറഞ്ഞുതരാനുള്ളൂ. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ സന്തോഷമുള്ള കാര്യം ചെയ്യാം. ഒരു കാരണവശാലും നമ്മൾ ഹാപ്പി അല്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മോട്ടിവേഷനും ഇൻസ്പിറേഷനും തേടി പുറത്തു പോകേണ്ട അവസരം ഉണ്ടാവില്ല. ഓക്കെ, വിൽ ഓൾവേസ് ബി കണ്ടന്റ് ഇൻ വാട്ട് എവർ യു ഡു. ഇത് മാത്രമേ പറയാം. Okay, thank you so much, all three of you. It was a truly very, very informative session. നിങ്ങളുടെ എല്ലാവരുടെയും വാക്കുകൾ ഇവിടെ കൂടിയ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വന്നതിലും ഇത്രയും അധികം നേരം ചെലവഴിച്ചതിലും ഒരുപാട് താങ്ക്സ്. ഗുഡ് ലക്ക് ആൻഡ് അവർ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. വീണക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണേ. So good.
Thank you, Jess. ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ലേ? അതെ, നമ്മളതൊക്കെ മോശം കേട്ടോ. ഓക്കെ, താങ്ക് യു. Jess, you are cute too. Thank you. You are always cute, huh? And congratulations to three of you. താങ്ക് യു. ഓക്കെ. പിന്നെ നമ്മുടെ ഇൻക്വിസിറ്റീവ് ആയിട്ടിരുന്ന എല്ലാ ഓഡിയൻസിനും സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവരും ആഗ്രഹിക്കുന്ന സർവീസ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാനും എൻ്റെ ടീമും ആശംസിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night. Thank you. ഗുഡ് നൈറ്റ്.